നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 48. അങ്ങനെ മീനു വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറിച്ചെന്ന നിമിഷം തന്നെ മീനുവിന് വലിയൊരു ആശ്ചര്യം തോന്നി. ഇന്ന് അമ്മയുടെ പിറന്നാളാണെന്നും മീനുവിന് കൃത്യമായി അറിയാമായിരുന്നു. വല്യേട്ടൻ അമ്മയ്ക്ക് വേണ്ടി എന്തോ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്നും മീനുവിന് അറിയാമായിരുന്നു. പക്ഷേ അതിന് ഇത്രയും വലിയ ഒരുക്കം, ഇത്രയും ആളുകൾ, ഇത്രയും ഭംഗിയോടെ അലങ്കരിച്ച വീട്, ഇതെല്ലാം ഒരുമിച്ച് കണ്ണിന് മുന്നിൽ കണ്ടപ്പോൾ അവൾക്ക് ഒരു നിമിഷം ശരിക്കും അത്ഭുതം തോന്നി. അതിൽ കൂടുതൽ ഇത്രയും നാളുകൾക്ക് ശേഷം ഇങ്ങനെ സുന്ദരിയായി സന്തോഷത്തോടെ ഒരുക്കിയ നിലയിൽ സ്വന്തം അമ്മയെ കണ്ടപ്പോൾ മീനുവിൻ്റെ ഉള്ളിൽ പോലും ഒരു ചെറുനെട്ടൽ പടർന്നു. അമ്മയെ ഇങ്ങനെ കാണുന്നത് അപൂർവമാണ്. പിറന്നാളാണെന്ന് അറിയാമായിരുന്നു, സർപ്രൈസ് ഉണ്ടെന്നും വലിയേട്ടൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രയും ഭംഗിയോടെ ഈ ദിവസം ആഘോഷിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അമ്മയുടെ അടുത്തേക്ക് ചെന്നു മീനു. അപ്പോഴേക്കും പെട്ടെന്ന് അർജുൻ കയറി വരുന്നു. ആ, നീ എത്തിയോ? ആ ഏട്ടാ, ഞാൻ വന്നതേ ഉള്ളൂ. എന്തൊക്കെയാട്ടാ ഇത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ, ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു സർപ്രൈസ് ആയിരിക്കും ഇതെന്ന്. അമ്മയെ കണ്ടിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. നമ്മുടെ അമ്മ തന്നെയാണോ അത്? അതെ. ദേ, നിന്നെ ഈ കോലത്തിൽ ആരും ഇവിടെ കാണാൻ നിൽക്കണ്ട. പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വന്നേ. എന്ത് കോലാടി ഇത്? അതിന്ന് ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ശരി, ആരും ഇപ്പോൾ കണ്ടിട്ടില്ല. നീ ചെന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ചിട്ട്. അമ്മയോടൊന്നും സംസാരിക്കണം, ഇപ്പം നിൽക്കണ്ട. നീ റെഡി ആയിട്ട് വന്നിട്ട് സംസാരിച്ചാൽ മതി. നീ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിയില്ലേ? ആ ഏട്ടാ, ഞാൻ വാങ്ങിയായിരുന്നു. ആ, എന്നാൽ പിന്നെ പെട്ടെന്ന് പോയി റെഡിയായിട്ട് ഗിഫ്റ്റും കൊണ്ട് വാ, എന്നിട്ട് ആൾക്കാരെ കാണാം. എന്നാൽ ഇത്രയൊക്കെ കാര്യം നിങ്ങൾ എപ്പോൾ ചെയ്തു? ഇത്രയും പേര് നിങ്ങൾ എപ്പോൾ വിളിച്ചു? അതൊക്കെ വലിയേട്ടൻ്റെ ഏർപ്പാടാണ്. അതിലൊന്നും എനിക്കൊരു റോളും ഇല്ല. ഓക്കെ, നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ശരി, അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ചെല്. അങ്ങനെ മീനു മുകളിലേക്കായി പോയി തൻ്റെ മുറിയിലേക്ക് പെട്ടെന്ന് റെഡിയായി താഴെ എത്തുക. അതായിരുന്നു അവളുടെ ഉദ്ദേശം. ഈ സമയം താഴെ വല്യേട്ടൻ തൻ്റെ ഓരോരുത്തരായി ജയ്യെ പരിചയപ്പെടുത്തണം എന്ന തീരുമാനത്തിലായിരുന്നു. ജയ് ഇന്നു മുതൽ ഈ വീട്ടിൽ ഒരാളായി മാറണം. ജയ്ക്ക് ഇവിടെ ഒരൊറ്റപ്പെടൽ തോന്നാൻ പാടില്ല. ഇതൊക്കെയായിരുന്നു വല്യേട്ടൻ്റെ മനസ്സിൽ. അങ്ങനെ ജയ്യെയും കൂട്ടി വല്യേട്ടൻ ആദ്യം ചെന്നത് തൻ്റെ 3 പെൺമക്കളുടെ അടുത്തേക്കായിരുന്നു. ദേ, ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താം. ആദ്യം ഞാൻ ഇവർക്ക് നിന്നെ പരിചയപ്പെടുത്താം അല്ലേ? ഇവനാണ് ജയ്. ഇവരാണെന്ന് നിനക്ക് മനസ്സിലായോടാ? ജയ്യോടായി വലിയേട്ടൻ ചോദിച്ചു. ഇല്ലേട്ടാ. ഇവരാണ് എൻ്റെ 3 പെൺമക്കൾ. എനിക്ക് 3 പെൺമക്കളാണെന്ന് നിനക്കറിയാവോ? ഇല്ല. അതൊക്കെ അറിയണ്ടേടാ. എനിക്ക് 3 പെൺമക്കളാണ്, ആൺകുട്ടികളില്ല. മനസ്സിലായോ? ഇവളാണ് മൂത്തത് കാവ്യ, ഇവൾ രണ്ടാമത്തത് ദിവ്യ, ഇവൾ രമ്യ, മൂന്നാമത്തത്. മനസ്സിലായോ? ജയ് തലയാട്ടി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അത് കഴിഞ്ഞ് വല്യേട്ടൻ അവർക്ക് മുന്നിലായി ഒരു കാര്യം പറഞ്ഞു. ഇവൻ ജയ്, ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ട് കാണല്ലോ അല്ലേ? ഇന്നു മുതൽ ഇവൻ നിങ്ങളുടെ വല്യേട്ടനാണ്. ജയ്യെ ചേർത്ത് പിടിച്ച് വല്യേട്ടൻ ആ ഒരു പ്രഖ്യാപനം കൂടി നടത്തി. ജയ് ശരിക്കും ഒന്ന് നെട്ടി. എന്തൊക്കെയായി പറയുന്നത് എന്നൊരു മട്ടിലായിരുന്നു ജയ്യുടെ മുഖം. ഉള്ളിൽ തട്ടി വല്യേട്ടനാണ് എന്ന് ജയ്യെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ആ വാക്ക് ജയ്യുടെ ഹൃദയത്തിൽ ആഴത്തിലങ്ങ് തട്ടി. ജീവിതത്തിൽ ഒരിക്കലും ചോദിച്ചിട്ടില്ലാത്ത ഒരു ബന്ധം, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സ്ഥാനം അവൻ തേടാതെ കിട്ടിയതുപോലെ അവന് തോന്നി. ഒരു നിമിഷം ആ വീട്ടിലെ ആ ആഡംബരത്തിൻ്റെ ഒടുവിൽ നിന്നിരുന്ന ഒരു സാധാരണക്കാരൻ, ഒറ്റപ്പെട്ട ഒരു വ്യക്തി, ഇന്നു മുതൽ അവന് ഒരു ബന്ധം കിട്ടി, ഒരു സ്ഥാനം കിട്ടി, ഒരു വിളിപ്പേരും. ആ നിമിഷം 3 മുഖങ്ങൾ, 3 വ്യത്യസ്തമായ പ്രതികരണങ്ങൾ. അങ്ങനെയായി ജയ്ക്ക് പെട്ടെന്ന് തോന്നി. രണ്ടാമത്തേതും മൂന്നാമത്തതുമായ മക്കളുടെ മുഖത്ത് പൂർണ്ണമായ സന്തോഷമില്ല. അവർക്കത് അപ്രതീക്ഷിതമായിരുന്നു. അവരുടെ ആ നോട്ടത്തിൽ നിന്നും ജയ് ഒരു കാര്യം മനസ്സിലാക്കി.
അനുവാദമില്ലാതെ തങ്ങളുടെ കുടുംബത്തിലേക്ക് ഏതോ ഒരുത്തൻ വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നതുപോലെ ജയ്ക്ക് അവരെ കണ്ടപ്പോൾ തോന്നി. പക്ഷേ മൂത്തവൾ അങ്ങനെയായിരുന്നില്ല. അവളുടെ സ്വഭാവവും അവളുടെ മുഖവും അല്പം ചിരിയുള്ളവുണ്ടായിരുന്നു. ജയ് ശരിക്കും അവളെ ഒന്ന് നോക്കി. വല്യേട്ടൻ്റെ മൂത്ത മകൾ, ആ വീടിൻ്റെ ഐശ്വര്യവും ഭംഗിയും ശാന്തതയും ഒറ്റമുഖത്ത് ചേർന്നതുപോലെ തോന്നുന്ന ഒരു പെൺകുട്ടി. ആഡംബരത്തിൽ വളർന്നിട്ടും അത് മുഴുവൻ തലയിൽ കയറിയിട്ടില്ലാത്ത ഒരാൾ. സംസാരത്തിൽ മൃദുത്വം, നോട്ടത്തിൽ മാന്യത, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം എന്നാണ് ജയ്ക്ക് അവളെക്കുറിച്ച് തോന്നിയത്. എന്നാൽ വല്യേട്ടൻ്റെ ബാക്കി 2 പേർ അങ്ങനെ ആയിരുന്നില്ല. പ്രായത്തിന് ചേർന്ന മോഡേൺ ചിന്താരീതിയും മോഡേൺ വസ്ത്രങ്ങളുമായിരുന്നു അവർക്ക്. ആ വീട്ടിലെ സമ്പത്തിൻ്റെയും സൗകര്യങ്ങളുടെയും സ്വാധീനം നിറഞ്ഞവരായിരുന്നു അവർ. അവരുടെ ഭാവത്തിലും നോട്ടത്തിലും അത് പ്രകടമാവുകയും ചെയ്തിരുന്നു. അച്ഛൻ്റെ ആ പരിചയപ്പെടുത്തൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ജയ്ക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറുന്നതാണ് നല്ലതെന്ന് ജയ്ക്ക് തോന്നി. പക്ഷേ വിടാൻ മനസ്സില്ലാതെ വല്യേട്ടൻ തൻ്റെ അടുത്ത ബന്ധുക്കളുമായി ജയ്യുടെ അടുത്തെത്തി. ഓരോരുത്തരായി ആവേശത്തോടെ ജയ്യെ പരിചയപ്പെടുത്തി കൊടുത്തു. വല്യേട്ടൻ്റെ മനസ്സിൽ നിറയെ ജയ്യോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതെന്ന് ജയ്ക്ക് മനസ്സിലായി. അച്ഛൻ പരിചയപ്പെടുത്തിയ ചേട്ടനോട് ഒന്ന് സംസാരിക്കാൻ മൂത്തമകൾ ഒരു ശ്രമം നടത്തി. അച്ഛൻ്റെ ഏത് ബിസിനസ്സാണ് കൂടെ ചെയ്യുന്നത്? അവൾ പെട്ടെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്നറിയാതെ വല്യേട്ടൻ ഒരു നിമിഷം നിന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ജയ് മറുപടി പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ ബിസിനസ്സുകാരനൊന്നുമല്ല. ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ തൊഴിലാളിയാണ്. അത് അച്ഛൻ വെറുതെ പറഞ്ഞതാ ആ സ്റ്റേജിൽ. അല്ലേ വല്യേട്ടാ? അവൻ വളരെ സത്യസന്ധമായി തന്നെ അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സൂപ്പർ മാർക്കറ്റിലെ തൊഴിലാളിയോ? അതെ. അവൾക്കത് വിശ്വസിക്കാനായില്ല. ഒരു സൂപ്പർ മാർക്കറ്റിലെ തൊഴിലാളിയായ ഒരാളെ അച്ഛൻ ഇത്രയ്ക്ക് ചേർത്ത് പിടിക്കുന്നുവോ? അവൾക്ക് അത്ഭുതം തന്നെ ഉണ്ടാക്കി. സമ്പത്തിനും സ്റ്റാറ്റസിനും ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തൻ്റെ അച്ഛൻ. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയത്? ആ ഒരു ചോദ്യം അവളുടെ മനസ്സിൽ നിറഞ്ഞു. അല്ലെങ്കിലും സൂപ്പർ മാർക്കറ്റ് എന്നുള്ള പണി എന്താ ഇത്ര വലിയ കുഴപ്പം? ഏത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട്. നീ എന്താടി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് താഴ്ത്തുന്നത്? അയ്യോ അച്ഛാ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. ഞാനെപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ജോലിക്ക് മാന്യത കുറവുണ്ടായതിനോട് പറഞ്ഞിട്ടുണ്ടോ? വല്യേട്ടൻ അല്പം ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അയ്യോ അച്ഛാ, ഞാൻ ചോദിച്ചതാ. അച്ഛൻ ബിസിനസ് പാർട്ട്ണറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്കെന്താ? അവൻ നന്നായിട്ട് അധ്വാനിക്കുന്നവനാണ്. ഇവൻ്റെ സ്വഭാവമാണ് എനിക്കിഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ എൻ്റെ മൂത്ത മകനാക്കിയത്. അല്ലാതെ ഇവൻ്റെ ജോലി നീ അളക്കാൻ നിൽക്കേണ്ട. ഞാൻ അളന്നില്ലല്ലോ അച്ഛാ, ഞാൻ ചോദിച്ചല്ലേ ഉള്ളൂ. അവൾ വളരെ സൗമ്യമായി പറഞ്ഞു. ഞങ്ങളൊരു പരിചയപ്പെട്ടു, അത്രയേ ഉള്ളൂ അല്ലേ എന്ന് ജയ് ചിരിച്ചുകൊണ്ടും. അതെ, എന്തിനാ അച്ഛൻ ഇത്രയൊക്കെ പറയുന്നത്? എൻ്റെ അച്ഛൻ ഒരാളെ കാണിച്ച് എൻ്റെ വല്യേട്ടനാണെന്ന് പറയുമ്പോൾ ആ വല്യേട്ടൻ എന്താ ചെയ്യുന്നതെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എൻ്റെ അച്ഛൻ അംഗീകരിച്ച ഒരാളെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? കാവ്യ വളരെ മൃദുവായി ചോദിച്ചു. അതോക്കെ, വല്യേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്നു മുതൽ എൻ്റെ വല്യേട്ടനാട്ടോ. കാവ്യയുടെ മുഖത്ത് വീണ്ടും ചിരിയായിരുന്നു. പക്ഷെ അവളുടെ ആ ചിരിക്ക് പിന്നിൽ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവിടെ കൂടിയ ആർക്കും അറിയാത്ത എന്തോ ഒരു കാര്യം അവളുടെ മനസ്സിൽ ആ സമയത്ത് കയറിക്കൂടിയിരുന്നു. ഇതൊന്നും അറിയാതെ മീനു പെട്ടെന്ന് ഒരുക്കത്തിലായിരുന്നു. പെട്ടെന്ന് താഴെ എത്തണം, ഈ ആഘോഷത്തിൽ പങ്കെടുക്കണം, ഈ ഒരു ചിന്തയിലായിരുന്നു മീനു. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.